അയാളുടെ മുഖം തിരിച്ചറിഞ്ഞപ്പോൾ അവൾ സന്തോഷവും വേദനയും കലർന്ന ശബ്ദത്തിൽ വിളിച്ചു, കെമിയാഹ്, ഞാൻ നിങ്ങളെ എവിടെയെല്ലാം തിരഞ്ഞു. നീരുവെച്ച് വീർത്ത കൺപോളകൾ ആയാസപ്പെട്ട് തുറന്ന് കെമിയാഹ് അവളെ നോക്കി. അവൾ അയാൾക്കരികിലിരുന്ന് അഴുക്ക് പുരണ്ട ശിരസ് അവളുടെ മടിയിലേക്ക് ഉയർത്തിവെച്ചു. അയാൾ ആയാസത്തിൽ ചുമച്ചു. ഒഴുക്കെന്നെയും കൊണ്ട് ഒത്തിരി ദൂരം പോയി. ഒടുവിൽ ഒരു ചെളിക്കുമ്പാരത്തിൽ ചെന്നടിഞ്ഞു. അയാൾ നേർത്ത ഞരക്കം പോലുള്ള ശബ്ദത്തിൽ പിറുപിറുത്തു. എല്ലാം നശിപ്പിക്കുന്ന ആ ഒഴുക്കിൽ നീയും പെട്ടുപോയെന്ന് ഞാൻ ഉറപ്പായും വിചാരിച്ചത്. അയാൾ കിതച്ചു. ഇനി അഥവാ ജീവിച്ചിരിക്കുന്നെങ്കിൽ നീ ഇവിടെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അയാൾ ദുർബലമായ വിരലുകളാൽ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് തുടർന്നു. ചില ഒഴുക്കുകൾ തുടക്കത്തിലേക്ക് തിരികെ എത്തുന്നത് പോലെ, മഴയും മേഘവും പോലെ. അവൾ അതിൻ്റെ അർത്ഥം ഗ്രഹിച്ചെടുക്കും പോലെ ഒരു നിമിഷത്തെ മൗനത്തിന് ശേഷം പറഞ്ഞു, നമ്മളും ഒഴുകുന്നു. മനസ്സുകൾ തീരുമാനിക്കുമ്പോൾ ശരീരം ആ യാത്ര ഏറ്റെടുക്കുന്നു. ഉയിർ ചേർത്ത് പിടിച്ച് ജീവിതമെന്ന ഉടൽ പ്രവാഹം തുടരുന്നു. അവൾ അയാളെ താങ്ങി എഴുന്നേൽപ്പിച്ച് ഒരു സെഡാർ മരത്തണലിലേക്ക് മാറ്റി. ആടുകൾ അവർക്ക് ചുറ്റും സുഖദമായ പച്ചപ്പുൽ മധുരം ചവച്ചുകൊണ്ടിരുന്നു. Many thanks for listening.